ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ ചായക്കൂട്ടൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പഴവും മുട്ടയും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. വൈകുന്നേരം നമുക്ക് പെട്ടെന്ന് ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതിയാകും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതൊരു മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഉടച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കാം, എത്ര മുട്ട വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ക്വാണ്ടിറ്റികളൊക്കെ എടുത്താൽ മതിയാവും. ഇനി ഞാൻ ഇതിലോട്ടേക്ക് ചേർക്കുന്നത് ഒരു 1/2 കപ്പ് തണുത്ത പാലാണ്. അതിലോട്ടേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിലാണ്. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ മണമില്ലാത്ത ഓയിൽ വേണം എടുക്കാനായിട്ട്. ഒരിക്കലും കോക്കനട്ട് ഓയിൽ എടുക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ആട്ടയും കൂടെ ചേർക്കാവുന്നതാണ്. ആട്ടയോ മൈദയോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഇത് കട്ടകളില്ലാണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലോട്ടേക്ക് നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും. കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ടേക്ക് തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1/2 മുറി തേങ്ങ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തേങ്ങയൊക്കെ എടുക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇതിലോട്ടേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഏകദേശം ഒരു 2.5 ടേബിൾ സ്പൂണേ പഞ്ചസാര ചേർക്കുന്നുള്ളൂ. അതിനുശേഷം ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം നല്ലൊരു സ്മെല്ല് വരും. ഇത് നന്നായിട്ടൊന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ ദോശ ഉണ്ടാക്കിയെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ടേക്ക് നന്നായിട്ട് ചൂടായി വരുമ്പം ഒരു തവി ബാറ്ററാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലോട്ടേക്ക് തൂവി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഫില്ലിങ്ങും കൂടെ വെച്ചിട്ട് അട പോലെ അതൊന്ന് ചുരുട്ടിയെടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളൊന്ന് അത്ര ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഒരു ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ദോശയായിട്ട് കിട്ടില്ല. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കണ്ടുമുട്ടാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സ് ഫാമിലീസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നാളെ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. കണ്ടില്ല, വളരെ തിന്നായിട്ടുള്ള ദോശയാണിത്. അപ്പം ഈ വീഡിയോ കണ്ടതിന് താങ്ക് യു സോ മച്ച്. നാളെ വീണ്ടും കാണാം. അതുവരെയും ടേക്ക് കെയർ. ബൈ ബൈ.